നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യ US വ്യാപാര ചർച്ച ചൊവ്വാഴ്ച പുനരാരംഭിക്കും. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക്. മൊത്ത വിപണിയിലെ വിലക്കയറ്റ തോതിൽ വർധന. ഭക്ഷ്യവില ഉയർന്നേക്കാം. ജെയിൻ സ്ട്രീറ്റിനെതിരായ സെബി നടപടി സമഗ്ര അന്വേഷണത്തിന് ശേഷമെന്ന റിപ്പോർട്ട്. സെൻസിറ്റീവ് വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് നിയമപ്രകാരമെന്നും വിശദീകരണം. കയറ്റുമതി തളർച്ചയിൽ ഇടിഞ്ഞ് ഇന്ത്യയുടെ വ്യാപാര കമ്മി. രൂപയ്ക്ക് താൽക്കാലിക ആശ്വാസം. GST 2 സ്ലാബായി ചുരുങ്ങിയതോടെ 7500 രൂപയിൽ താഴെയുള്ള ഹോട്ടൽ മുറികളുടെ GST 12% നിന്ന് 5% കുറഞ്ഞിരിക്കുകയാണ്. ഇത് 7 മുതൽ 15% വരെ വരുമാനം നേടാൻ സഹായിക്കുമെന്നാണ് ഹോട്ടൽ വ്യവസായം വിലയിരുത്തുന്നത്. 1000 രൂപയ്ക്ക് താഴെയുള്ള ഹോട്ടൽ മുറികൾക്ക് ഇനി GST ഇല്ല. സംസ്ഥാന ടൂറിസത്തിന് കരുത്തു പകരും. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യ US വ്യാപാര ചർച്ച ചൊവ്വാഴ്ച പുനരാരംഭിക്കും. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക്. വാണിജ്യബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് US സംഘം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ദക്ഷിണ മധ്യേഷ്യയിലേക്കുള്ള US വ്യാപാര പ്രതിനിധിയാണ് ബ്രെൻഡൻ ലിഞ്ച്. വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. ക്ഷീരമേഖല തുറന്നുകൊടുക്കണമെന്ന ആവശ്യത്തിൽ അമേരിക്ക പിന്നോട്ട് വരികയാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സംഘം രാജ്യത്തെത്തുന്ന പ്രത്യേകതയുമുണ്ട്. പാലിനു പകരം പ്രീമിയം ചീസ് ഉൽപ്പന്ന വിപണിയാണ് അമേരിക്ക ചോദിക്കുന്നത്. അതേസമയം US നിലപാടിലെ മാറ്റം ചർച്ചകളിൽ പ്രതീക്ഷ നൽകുന്നതാണ്. ഇരുവിഭാഗവും കാർഷിക ക്ഷീരമേഖലയിലാണ് കാര്യമായി തർക്കം നിലനിന്നിരുന്നത്. ഇത് പരിഹരിക്കപ്പെട്ടാൽ ഒക്ടോബറോടെ തന്നെ ഉഭയകക്ഷി വ്യാപാര ചർച്ചയുടെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വരാം. 25% തീരുവയിലും ഇളവുണ്ടാകും. കഴിഞ്ഞ ആഗസ്റ്റിൽ നടക്കാനിരുന്ന 6ാം ഘട്ട ചർച്ചയാണ് ചൊവ്വാഴ്ച നടക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൊത്ത വിപണിയിലെ വിലക്കയറ്റ തോതിൽ വർധന. ഭക്ഷ്യവില ഉയർന്നേക്കാം. പെട്രോളിയം, പ്രകൃതിവാതകം, ലോഹ നിർമ്മാണ മേഖലയിലും വിലവർധന പ്രകടം. വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം ഓഗസ്റ്റിൽ 0.52%. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നെഗറ്റീവ് 0.58% പണപ്പെരുപ്പം. ഈ വർധന ചില്ലറ പണപ്പെരുപ്പ സൂചികയിലും സമ്മർദ്ദമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് വരും മാസങ്ങളിൽ ഭക്ഷ്യ ഇന്ധന വിലകൾ ഉയരാം. എന്നാൽ റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക് തീരുമാനത്തെ സ്വാധീനിക്കാൻ മാത്രമുള്ള വർധന രേഖപ്പെടുത്തിയിട്ടുമില്ല. അതേസമയം പണപ്പെരുപ്പം സ്ഥിരതയാർജിക്കുകയാണെങ്കിൽ നിരക്ക് കുറയ്ക്കലിൽ റിസർവ് ബാങ്ക് ജാഗ്രത പുലർത്തും. നിലവിൽ ക്രൂഡ് പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയുടെ മൊത്തവില സൂചിക നെഗറ്റീവ് 9.87% വർദ്ധിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 1.77% ഉൽപ്പന്ന വില മുൻവർഷത്തെ 2.05% നിന്ന് 2.55% ഉയർന്നു. വ്യാവസായിക അസംസ്കൃത വസ്തുക്കളുടെ ഉയർന്ന വില, ഗതാഗത ചെലവ്, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ എന്നിവ പണപ്പെരുപ്പത്തെ ബാധിക്കുന്നതായി നേരത്തെ RBI ചൂണ്ടിക്കാട്ടിയിരുന്നു. പുതിയ GST പരിഷ്കാരങ്ങൾ ഒക്ടോബർ മുതൽ മൊത്തവില പണപ്പെരുപ്പത്തിന് ആശ്വാസം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജെയിൻ സ്ട്രീറ്റിനെതിരായ സെബിയുടെ നടപടി സമഗ്ര അന്വേഷണത്തിന് ശേഷമെന്ന് റിപ്പോർട്ട്. സെൻസിറ്റീവ് വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് നിയമപ്രകാരമെന്നും വിശദീകരണം. സെബിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്ന് മണി കൺട്രോളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ നടത്തിയ ചെറിയ അന്വേഷണമല്ല ജെയിൻ സ്ട്രീറ്റിനെതിരായ നടപടിക്ക് ആധാരം. സമഗ്രവും വിശദവുമായ അന്വേഷണം വിഷയത്തിൽ നടത്തി. സെബിയുടെ ആഭ്യന്തര സമിതിയാണ് ഈ അന്വേഷണം നടത്തിയത്. 2024 ഡിസംബർ 31 സെബി രൂപീകരിച്ച ഈ ടീം ഓരോ മിനിറ്റിലെയും ട്രേഡ് വിശകലനം ചെയ്തു. ക്യാഷ്, ഫ്യൂച്ചറുകൾ, ഓപ്ഷൻ വിഭാഗങ്ങൾ എന്നിവയെല്ലാം പരിശോധിച്ചു. റെഗുലേറ്ററി അന്വേഷണങ്ങളുടെ രഹസ്യ സ്വഭാവവും സമഗ്രതയും ഉറപ്പാക്കാനാണ് ചില വിവരങ്ങൾ പുറത്തുവിടാത്തത്. നിയമപ്രകാരമുള്ള നടപടികൾ അനുസരിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് വിശദീകരണം.
സെബി അന്വേഷണത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിട്ടില്ലെന്ന് കാണിച്ച് ജെയിൻ സ്ട്രീറ്റ് പരാതി നൽകിയിരുന്നു. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണ് നിലവിൽ ഈ കേസ്. കേസ് ഫയലിൽ സ്വീകരിച്ചപ്പോൾ ട്രൈബ്യൂണൽ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടാത്തതിന്റെ കാരണം ആരാഞ്ഞിരുന്നു. ഇതിനുള്ള വിശദീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കയറ്റുമതി തളർച്ചയിൽ ഇടിഞ്ഞ് ഇന്ത്യയുടെ വ്യാപാര കമ്മി. രൂപയ്ക്ക് താൽക്കാലിക ആശ്വാസം. ആഗോള ഡിമാൻഡിലെ ഇടിവ് സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകും. ഓഗസ്റ്റിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി $26.49 ബില്യൺ കുറഞ്ഞിരിക്കുന്നത്. ജൂലൈയിലെ $27.35 ബില്യൺ നിന്നാണ് ഈ ഇടിവ്. കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള ഈ വിടവ് കുറഞ്ഞിരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുകൂലമാണ്. കാരണം ഇതോടെ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുള്ള സമ്മർദ്ദം കുറയും. വിദേശ വായ്പാ ആവശ്യകതയിലും കുറവുണ്ടാകും. എന്നാൽ കയറ്റുമതി കുറഞ്ഞത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോളതലത്തിൽ ആവശ്യകത കുറഞ്ഞെന്നാണ്. ഇത് കയറ്റുമതി മേഖലയിൽ പ്രത്യാഘാതം സൃഷ്ടിക്കും. താരിഫും വ്യാപാര യുദ്ധവുമാണ് ഇതിന് കാരണമായത്. കയറ്റുമതി മേഖലയ്ക്കുള്ള സർക്കാർ പിന്തുണ വരും മാസങ്ങളിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത്. അതേസമയം വിദേശ രാജ്യങ്ങളെ ഇന്ത്യ ആശ്രയിക്കുന്നത് കുറഞ്ഞെന്നാണ് ഇറക്കുമതിയിലെ കുറവ് വ്യക്തമാക്കുന്നത്. സ്വയം പര്യാപ്തത ഇന്ത്യയിലേക്കുള്ള ഈ ചുവടുവയ്പ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താവും. ആഭ്യന്തര വ്യവസായങ്ങൾക്ക് ഇത് വളരാനുള്ള അവസരങ്ങൾ നൽകുമെന്ന അഭിപ്രായമാണ് വിപണി വിദഗ്ധർക്കുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ഇരുചക്ര വാഹന ലൈസൻസ് ടെസ്റ്റിലെ അപാകത തുടരുന്നു. കേന്ദ്രം നിർദ്ദേശിക്കുന്ന രീതിയിൽ ലൈസൻസ് നേടാൻ വേണ്ട നിയമം രാജ്യത്തുടനീളം ഒരുപോലെയാണെങ്കിലും സംസ്ഥാനത്ത് നടക്കുന്നത് തെറ്റായ രീതിയിലെന്ന് ആരോപണം. RTO ഓരോ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്നതിനാൽ ടെസ്റ്റ് നടത്തുന്നതിലെ രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. എന്നാൽ പ്രധാന നിയമം, പ്രായം, രേഖകൾ, ലേണേഴ്സ് ലൈസൻസ്, ഡ്രൈവിംഗ് ടെസ്റ്റ്, പെർമനന്റ് ലൈസൻസ് എന്നിവ ക്രമം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണമെന്നിരിക്കെയാണ് സംസ്ഥാനത്ത് കാലങ്ങളായി ഇരുചക്രവാഹന ഡ്രൈവിംഗ് ടെസ്റ്റിലെ 8 എടുക്കുന്ന വെഹിക്കിൾ ട്രാക്ക് തെറ്റായ രീതിയിൽ രേഖപ്പെടുത്തുന്നത്. അതേസമയം മറ്റു സംസ്ഥാനങ്ങൾ കേന്ദ്രം നിർദ്ദേശിക്കുന്ന അളവിലാണ് ടെസ്റ്റ് നടത്തുന്നത്. എൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നു, അത് റിന്യൂ ചെയ്യേണ്ട സമയം വന്നു. എൻ്റെ ഇന്റർനാഷണൽ ലൈസൻസ് ആയിരുന്നു. പിന്നെ ഹൈദരാബാദിൽ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിന്യൂ ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ RTO ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആ ലൈസൻസ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇവിടെ ഞാൻ ലേണേഴ്സ് ടെസ്റ്റിന് കൊടുത്തു. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി. ഗ്രൗണ്ട് ടെസ്റ്റിന് പോയപ്പോഴാണ് ഇവിടുത്തെ 8 ട്രാക്ക് മെഷർമെൻറ്റിൻ്റെ എങ്ങനെയാണ് 8 ട്രാക്ക് നടത്തുന്നതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. 32 അടിയിലാണ് ഇവർ കമ്പി കുത്തിക്കൊണ്ട് മെഷർമെൻറ്റ് നടത്തുന്നത്. ഞാൻ ആ ടെസ്റ്റിന് ചെന്നപ്പോൾ ഈ 32 അടിയിൽ വണ്ടി ഓട്ടാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാനത് ടെസ്റ്റ് ഫെയിലായി. പിന്നെ എൻ്റെ ഹൈദരാബാദിലെ ലൈസൻസ് റിന്യൂ ചെയ്യാനായിട്ട് ഞാൻ ഹൈദരാബാദിൽ പോവുകയും അവിടെ ചെന്ന് എൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്ത് വരികയും ചെയ്തു. അവിടെ ചെന്ന് ഞാൻ RTO ആയിട്ട് സംസാരിക്കുകയും അവരുടെ ടെസ്റ്റ് ഗ്രൗണ്ട് കണ്ടപ്പോൾ അവിടെ നടക്കുന്നത് 32 അടിക്ക് പകരമായിട്ട് 46 അടി, അതായത് 14 മീറ്റർ ഔട്ടർ ഡയമെൻഷൻ വെച്ചുകൊണ്ടാണ് അവർ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ വന്നു, ഇവിടുത്തെ സർക്കുലർ RTO ഇവരുടെ സർക്കുലർ എല്ലാവരും സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ എനിക്ക് ബോധ്യപ്പെടുകയും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ഒരു നിയമം പാലിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇരുചക്രവാഹനത്തിന്റെ 8 എടുക്കുന്ന അളവിൽ മറ്റു സംസ്ഥാനത്തെ പിന്തുടർന്നു പോകുന്ന രീതിയിലല്ലെന്നാണ് ആക്ഷേപം. മൈഫിൻ TV, കൊച്ചി. സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയിലൂടെയുള്ള സുസ്ഥിര വികസനവും തീരമേഖലയുടെ സമഗ്ര സമ്പദ് വ്യവസ്ഥയിലെ പങ്കാളിത്തവും ലക്ഷ്യമിട്ടുള്ള ദ്വിദിന കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സെപ്റ്റംബർ 19 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബ്ലൂ ടൈഡ്സ് 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും സഹകരണത്തോടെ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന സമ്മേളനം സെപ്റ്റംബർ 18-19 തീയതികളിൽ കോവളം ലീല റാവീസിലാണ് നടക്കുക. ഇന്ത്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള വിദഗ്ധരുടെയും പങ്കാളികളുടെയും ഒത്തുചേരലും വേദിയൊരുക്കുന്ന സമ്മേളനം ഫിഷറീസ് വകുപ്പിന്റെ ഒരു പ്രധാന സംരംഭമാണെന്ന് ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പരിപാടിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. ഫിൻലാൻഡ്, ഫ്രാൻസ്, ഹംഗറി, പോളണ്ട്, സ്ലോവാക്യ, സ്ലൊവേനിയ, സ്വീഡൻ, ഡെൻമാർക്ക്, ബൾഗേറിയ, ഓസ്ട്രിയ, മാൾട്ട, സ്പെയിൻ, ഇറ്റലി, നെതർലാൻഡ്സ്, ബെൽജിയം, റൊമാനിയ, ജർമ്മനി എന്നീ 17 യൂറോപ്യൻ രാജ്യങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയവിദഗ്ധർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി.
സെപ്റ്റംബർ 19 രാവിലെ 9:30 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി സജി ചെറിയൻ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയിലെയും ഭൂട്ടാനിലെയും യൂറോപ്യൻ യൂണിയൻ അംബാസഡർ ഹെർബ് ഡെൽഫിൻ മുഖ്യപ്രഭാഷണം നടത്തും. തീരമേഖലയുടെ സമഗ്ര സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഇന്ത്യയിലെയും യൂറോപ്പിലെയും വിദഗ്ധർ ചിന്തകൾ പങ്കുവയ്ക്കുകയും പങ്കാളിത്തം സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര ഗവൺമെന്റ് പോകുന്ന ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ നയവിദഗ്ധർ, രാജ്യത്തും രാജ്യത്തിന് പുറത്തും കേരളത്തിലുള്ള വ്യവസായ പ്രമുഖർ, വ്യത്യസ്ത മേഖല വിദഗ്ധന്മാർ അടക്കം 500ഓളം പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെയും ഭൂട്ടാനിലെയും യൂറോപ്യൻ യൂണിയൻ അംബാസഡർ ഹെർബ് ഡെൽഫിൻ, അദ്ദേഹമാണ് ഇത് യൂറോപ്യൻ യൂണിയന് വേണ്ടി ഓർഗനൈസ് ചെയ്ത് നേതൃത്വം കൊടുക്കുന്നത്. ഈ ചടങ്ങിൽ ഈ പരിപാടിയുടെ മൊത്തം മേൽനോട്ടം അദ്ദേഹമാണ്. മറ്റെല്ലാ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ അംബാസഡർമാർ തന്നെ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. അതത് രാജ്യത്തിന്റെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യ സംഘാടകരായി പങ്കെടുക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അംബാസഡർ ഹെർബ് ഡെൽഫിൻ ആണെന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുക. മറൈൻ ലോജിസ്റ്റിക്സ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം, തീരദേശ ടൂറിസം, പുനരുപയോഗ സമുദ്രോർജ്ജം, ഹരിത സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിലെ കേരള യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം സമ്മേളനം ചർച്ച ചെയ്യും. നൈപുണ്യ വികസനം, അക്കാദമിക് സഹകരണം, തൊഴിൽ സാധ്യത, നയനവീകരണം, സംയുക്ത ഗവേഷണ വികസനം, സ്റ്റാർട്ടപ്പ് നവീകരണം എന്നിവയിലെ സംയുക്ത സംരംഭങ്ങൾ സമ്മേളനം ആരായുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. സ്വർണം ഗ്രാമിന് 10,180 രൂപയും പവന് 81,440 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 5 രൂപ കുറഞ്ഞ് 8,365 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളിവിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 135 രൂപയിലാണ് വ്യാപാരം നടന്നത്.